ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്? ഏതാനും വില ഇവർക്കേ പറയാൻ പറ്റൂ. ദാറ്റ്സ് ട്രൂ. മെറ്റീരിയൽ ജിപ്സം പൗഡറാണ്. വാട്ട്? അതെ സാർ, ഈ കെട്ടിട നിർമ്മാണത്തിനൊക്കെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാ. എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ടോ എനിക്ക്? സർ 15. മയക്കമരുന്നും ജിപ്സം പൗഡറും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത താനൊക്കെ എന്ത് വാഴയ്ക്കാണോ കൊലത്തേത്? ചോദിക്കും സാറേ. അഭിനന്ദനങ്ങളുടെ മഴയിലിടോ. ഒരു മനുഷ്യൻ എത്ര ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റും? 100, 200? തൻ്റെ മിസ് കോളൊന്നും ഞാൻ കണ്ടില്ല. അതാ ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ടിരിക്കുക. ആ റിപ്പോർട്ടറിലെ ഹൈദറൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല. എന്തേ? സർ തൻ്റെ പട്ടിഷോ കണ്ടു ചാനലില്. ഇത്തരം ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് എന്നെ ACP വിവരം അറിയിക്കാൻ എന്താണ്? സർ, കേസിന്റെ ജെന്യൂനിറ്റി ബോധ്യപ്പെട്ടതിന് ശേഷം സാറിനെ അറിയിക്കാന്ന് വിചാരിച്ചു സർ. സോറി സർ. ഇൻട്രഗേഷൻ തുടങ്ങിയോ? ഇല്ല സർ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. താൻ നേരത്തെ വിളിച്ചറിയിച്ച മീഡിയാസിനെ എല്ലാം വിളിച്ചിട്ട് പ്രതികളെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നുവെന്ന് ന്യൂസ് കൊടുക്കണം. സർ കൊടുക്കോടോ? കൊടുക്കാം സർ. കം. ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്? ഏതാനും വില ഇവർക്കേ പറയാൻ പറ്റൂ. ദാറ്റ്സ് ട്രൂ. മെറ്റീരിയൽ ജിപ്സം പൗഡറാണ്. വാട്ട്? അതെ സാർ, ഈ കെട്ടിട നിർമ്മാണത്തിനൊക്കെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാ. എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ടോ എനിക്ക്? സർ 15. മയക്കമരുന്നും ജിപ്സം പൗഡറും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത താനൊക്കെ എന്ത് വാഴയ്ക്കാണോ കൊലത്തേത്? ചോദിക്കും സാറേ. Excuse me, sir. Release us, please. Release them. Sir, several times we told this officer that it's not drugs, it's gypsum powder. And he slapped my colleague. സോറി. Sir, 3 മേജർ ആർക്കിടെക്റ്റുകളായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക്. സെയിൽസ് എല്ലാം പോയില്ലേ? ഈ നഷ്ടമൊക്കെ ആര് വഹിക്കും? ഇയാൾ തരുമോ? Sir, this man is a disgrace to the entire police force. Absolutely. നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. അതിനുമുമ്പ് ഞങ്ങൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. So, Hari, ഞാനിപ്പോ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലാണ്. You may have seen this man today morning. ഈ നിൽക്കുന്ന idiot officer. നാളെ രാവിലെ തൻ്റെ ഓഫീസിലേക്ക് വാ. സസ്പെൻഷൻ ഓർഡർ അപ്പം തരാം. സർ. And ഈ ഓഫീസേഴ്സ് എല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്. ഈ ആളുടെ കയ്യിൽ അതോറിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് അതിന്റെ ദാഷ്ട്യം ഇയാൾ കാണിച്ചത് കുറച്ചൊന്നുമല്ല. എന്റെ കൊളീഗിനെ തല്ലിയത് പോരാതെ ഞങ്ങളെ ഫുൾ മാധ്യമങ്ങളുടെ മനോജ് ഫോൺ എടുക്കടാ. എന്റെ ഫോൺ എടുക്ക്. എന്റെ പൊന്ന് സാറേ, ഇപ്പൊ കിടന്നിങ്ങനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലേ. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള രാത്രി 9:30 കഴിഞ്ഞ് എന്റെ കോൾ എടുക്കല്ലേന്ന്. നീ പോടാ നാറി. കണ്ടു നാണക്കേടായി നാട്ടിലും വീട്ടിലും. ഞാൻ ഇന്ന് വെറുതെ കമ്മീഷൻ ഓഫീസർ ഒന്ന് പോയി സാർ. നമുക്ക് 3 പേർക്കും സസ്പെൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. ഓ, നിങ്ങൾക്കുണ്ടല്ലേ? ഗുഡ്. സർ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സാർ കമ്മീഷണറെ വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ 2 പേരും ഒഴിവാക്കി കിട്ടൂല. ഞാൻ പറയൂല. സാധനം കിട്ടിയ നിങ്ങൾക്ക് എന്നെ എരി കിട്ടിയതല്ലേ? ഒന്ന് മണപ്പിച്ചെങ്കിലും നോക്കായിരുന്നില്ലേ? മണത്തോക്കുള്ള സമയം പോലും സാർ അതിന് തന്നില്ലല്ലോ. നമ്മുടെ ഗ്രൂപ്പ് ലൈവ് കണ്ട ആരോ ആണെന്ന് തോന്നുന്നു സാർ. അതെ. സസ്പെൻഷൻ കിട്ടിയല്ലേ? ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ സാർ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ എന്തെങ്കിലും ചെയ്യും.